പേര് പറയാമോ? പേര് പറഞ്ഞു. എന്റെ പേര് വത്സ, ഡാളസിൽ നിന്ന് വത്സ ജോർജ്. ഓ, എന്നാൽ തന്നെയല്ലോ. അതെ അതെ, ഞാൻ സേവക്കാരിയെ കുറിച്ച് പറഞ്ഞില്ലേ? സിസ്റ്റർ, എലിവേറ്റർ വെച്ച് പ്രാർത്ഥിച്ച് എലിവേറ്റർ തുറന്ന കാര്യം ഒന്ന് പറയാമോ? ഓക്കെ. ഒരു ദിവസം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വെച്ച് ഞാനിങ്ങനെ ഒരു പേഷ്യന്റിനെ വേറൊരു ഫ്ലോറിലോട്ട് മാറ്റി. അപ്പം മാറ്റിയപ്പം വേറൊരു ഫ്ലോറിലോട്ട് കൊണ്ടുപോയത് ഒരു ബെഡേലായിരുന്നു. അപ്പം അവിടുത്തെ ഫ്ലോറിൽ തിരിച്ച് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ബെഡ് ക്ലീൻ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. ആ ക്ലീൻ ബെഡ് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, ആ പേഷ്യന്റ് വന്ന ബെഡിൽ തന്നെ അവിടെ കിടന്നോട്ടെ, അപ്പം നമുക്ക് മൂവ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്തെ എൻ്റെ കൂടെ പേഷ്യന്റിനെ ഉന്തിക്കൊണ്ട് വേറെ ഫ്ലോറിലോട്ട് പോയവരൊക്കെ അങ്ങ് പോയി. ഞാൻ ഒറ്റയ്ക്ക് ഈ ബെഡ് എടുത്തോണ്ട് പിന്നെ എലിവേറ്ററിന്റെ മുന്നേ വന്നു നിന്നു. എലിവേറ്റർ തുറന്നു. എലിവേറ്ററിന്റെ അകത്തോട്ട് ഈ ബെഡ് ഉന്തി ഞാൻ അങ്ങോട്ട് അതിന്റെ അകത്തോട്ട് പോയി. അവിടെ നിന്ന് ഞാൻ എലിവേറ്റർ പ്രസ് ചെയ്തപ്പോൾ എലിവേറ്റർ അടഞ്ഞു. അതിനുശേഷം എലിവേറ്റർ താഴോട്ടും പോവുകയില്ല മേലോട്ടും പോവുകയില്ല, അടഞ്ഞങ്ങനെ നിൽക്കുവാണ്. ഞാൻ കുറച്ചു നേരം അത് പിന്നെ കുത്തിയിട്ട് പിന്നെ ബട്ടൺസ് ഒക്കെ ഞെക്കിയിട്ട് ഒന്നും പോകുന്നില്ല. അവസാനം ഞാനിങ്ങനെ 911 വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹലോ, അതിൻ്റെ അകത്ത് തന്നെ ഈ എലിവേറ്ററിൻ്റെ അകത്ത് തന്നെ ഫോണുണ്ട്. ആ ഫോണിൽ ഞാൻ പിന്നെ നമ്പർ കുത്തിയപ്പം പിന്നെ അവിടുന്ന് മെയിൻ്റനൻസിൽ നിന്ന് ആൾ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ എലിവേറ്ററിൽ സ്റ്റക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ നഴ്സിംഗ് സൂപ്പർവൈസറെ വിളിച്ചു. പിന്നെ എൻ്റെ ചാർജ് നേഴ്സിനോട് പറഞ്ഞു ഞാൻ എലിവേറ്ററിൽ സ്റ്റക്കാണ്, എൻ്റെ പേഷ്യൻസിനെ ഒന്ന് നോക്കിക്കോണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓടി വന്നു. നഴ്സിംഗ് സൂപ്പർവൈസർ വന്നു, മെയിൻ്റനൻസുകാർ വന്നു, പോലീസുകാർ വന്നു, പിന്നെ ഞങ്ങളുടെ ചാർജ് നേഴ്സ് എന്നെ വിളിച്ച പിന്നെ അവർ വന്നു. എല്ലാവരും വന്നിട്ട് ഈ എലിവേറ്റർ എന്ത് ചെയ്താൽ തുറക്കത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അപ്പോഴത്തേനും ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഞാനിങ്ങനെ പാട്ടും പാടി അതിൻ്റെ അകത്ത് നിൽക്കുക. കാരണം നമുക്ക് ഭയപ്പെടാനില്ലല്ലോ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ പാട്ടും പാടി സന്തോഷിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് എൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചിട്ട് പറയട്ടെ ഞാൻ എലിവേറ്റർ സ്റ്റക്കാണ്. ഞാൻ എന്നിട്ട് ഷാജാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഷാജാൻ ഞാൻ എലിവേറ്റർ സ്റ്റക്കാട്ടോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേനും ഷാജാൻ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ട് എലിവേറ്റർ ഡോർ ഓപ്പൺ ഒരു 2 ഇഞ്ച് ഓപ്പൺ ആയപ്പോ ഞാൻ അകത്തുനിന്ന് അത് പിന്നെ ഉന്തി അങ്ങോട്ട് മാറ്റി. വെളിയിൽ ഒരു പോലീസുകാരൻ വെളിയിൽ നിന്ന് ഉന്തി ആ എലിവേറ്റർ ഓപ്പൺ ആയി ഞാൻ വെളിയിൽ വന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഇരുന്നോണ്ടാ വിളിച്ച് പറയുന്നത്. അപ്പൊ ഫോണിൽ കൂടെ ഈ എലിവേറ്ററിന്റെ ഡോർ അത് കേട്ടു. അപ്പൊ അതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. അത് എന്നെ അടച്ചു വെച്ചിരുന്നത്. അതിന് എന്നെ അടച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, നമുക്ക് ഹല്ലേലൂയ പ്രശംസിക്കാം. ആമേൻ. നമ്മുടെ യേശുവിന്റെ നാമം ഹല്ലേലൂയ നമുക്ക് ഘോഷിക്കുവാനുള്ളതാ. ആമേൻ. ഹല്ലേലൂയ ആർത്ത് പാടുവാനുള്ളതാ. ആമേൻ. ഹല്ലേലൂയ എല്ലാത്തെയും അടക്കി വാഴുന്ന ഒരു നാമമാണ്. ആമേൻ. ഹല്ലേലൂയ ഗ്ലോറി. വാഴ്ചകൾക്കും സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഗ്ലോറി. ആമേൻ. ഹല്ലേലൂയ ശക്തികൾക്കും എല്ലാത്തിനും മേലായ ഒരു നാമം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഗ്ലോറി. ഈ നാമം നമുക്ക് ദൈവം തന്നിരിക്കുക. നമുക്ക് മഹത്വപ്പെടുത്താം. ഈ കർത്താവ് വരാറായി കാലം അത് തന്നെയാണ് നമ്മൾ കേട്ടത്. ആമേൻ. മാലിന്യപ്പെടാത്ത കുറിച്ച് അദോനിയാവ് രാജാവായി, എന്നാൽ ഹല്ലേലൂയ അവൻ തന്നെത്താൻ ഉയർത്തിയത്. ആമേൻ. ജിബറ കർത്താവ് ഉയർത്തുന്നവനാ ഉയർന്നിരിക്കുന്നത്. ആമേൻ. അവരോന്റെ വടിയെ കുറിച്ച് കേട്ടു. ഇന്ന് പകൽക്കാലം ദൈവസ്ഥാനത്തിൽ കാത്തിരിക്കുന്ന ഒരു ജനത്തെ ചേർക്കുവാൻ ആമേൻ ഏറ്റവും ഉണങ്ങിക്കിടന്ന ഹല്ലേലൂയ ഗ്ലോറി. ജിബറ താഴ്വരയിൽ ഏറ്റവും ഉണങ്ങിക്കിടന്ന ആമേൻ ഹല്ലേലൂയ ഒന്നിച്ച് ചേർത്ത ഒരു വലിയ സൈന്യമായി ആമേൻ ഹല്ലേലൂയ ഗംഭീര സൈന്യമായി ആമേൻ കർത്താവിച്ച് കൂട്ടിച്ചാക്കുവാൻ വരുന്ന കാന്തേക്കായി ആമേൻ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ച് ആരാധിപ്പാനും ആമേൻ സ്തുതിപ്പ ഒരു ദിവസം ഗ്യാതറിംഗ് ഉണ്ട് കേട്ടോ. ഗ്യാതറിംഗ് ഉണ്ട്. ഇവിടെ ഉറപ്പിക്കല്ല കേട്ടോ, ഇവിടെ ഉറപ്പിക്കരുത്. ജിബറബ അവിടെ ഇവിടെ കേൾക്കുന്ന ഒന്നിച്ചുകൊണ്ട് വാർത്താന് തളർന്നു പോകുവാനല്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഉണരാം. ആമേൻ.